ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇവിടെ ഞാനും ബാബച്ചിയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സങ്കടത്തോടെയാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൃഥ്വിരാജിൻ്റെ മൂവിയില്ലേ ആടുജീവിതം, അപ്പം ആ സിനിമ കാണാനായിട്ട് ഞാനും ഫ്രണ്ട്സും ഇച്ചായനും ഒക്കെ ടിക്കറ്റൊക്കെ എടുത്തു. പക്ഷേ നമ്മൾ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് വേഗം എല്ലാ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ സമയത്ത് തിയേറ്ററിലൊക്കെ എത്തി. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് 15+ ഈ സിനിമയ്ക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. അത് 15 വയസ്സിന് മുകളിലുള്ള പിള്ളേർക്കാണ് ദുബായിൽ ആടുജീവിതം കാണാൻ അനുവദിക്കത്തുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ വാവച്ചിക്കുട്ടി ഉള്ളത് കൊണ്ട് നമുക്ക് ആ സിനിമ കാണാൻ പറ്റിയില്ല. വാവച്ചി ഭയങ്കര ഇൻട്രസ്റ്റിൽ വന്നാലേ സിനിമ കാണാനായിട്ട്. സിനിമ കാണാൻ അവർ അനുവദിച്ചില്ല, അവർ അലവ് ചെയ്തില്ല. 15+ മാത്രമേ ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുകയാണ് ഞങ്ങൾ. ഫ്രണ്ട്സൊക്കെ പോയി, ഞാനും ഇച്ചാനും വാവച്ചി ഇവിടെ നമ്മൾ സിനിമ കാണാനായിട്ട് പോപ്കോണൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. പക്ഷെ നമുക്ക് തിയേറ്ററിനുള്ളിൽ കയറാൻ പറ്റിയില്ല. അതേപോലെ നമ്മുടെ സിനിമ കാണാനായിട്ട് കുറേ പേര് വന്നായിരുന്നു. അതായത് ഫാമിലി ആയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് അവരൊക്കെ ഇതേപോലെ തിരിച്ചു പോയി വിഷമിച്ചിട്ട്. ഇനിയിപ്പോൾ OTT വരുമ്പോഴേ ഞങ്ങൾക്ക് ഫിലിം കാണാൻ പറ്റത്തുള്ളൂ. കാരണം വാവച്ച ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ സിനിമ കാണാമായിരുന്നു. അങ്ങനെ അപ്പോൾ അതിൻ്റെ സങ്കടത്തിൽ അതിൻ്റെ സങ്കടം തീർക്കാനായിട്ട് നമ്മളിത് ഫുഡ് കോർട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം സങ്കടം എപ്പോൾ വന്നാലും നമ്മൾ ഫുഡ് കഴിച്ച് അത് തീർക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. സോ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇനി വീട്ടിൽ പോകാൻ ഓർത്തു. പക്ഷെ ആ സമയം നമ്മൾ വേറെ എന്തെങ്കിലും മൂവി ഉണ്ടോ എന്ന് നോക്കിയിട്ടോ. അതായത് ഈ സിനിമ കാണാൻ പറ്റാത്തത് കൊണ്ട് വേറെ സിനിമ ഉണ്ടോ എന്ന് നോക്കി. പക്ഷെ ആ വേറെ സിനിമ എനിക്കിഷ്ടമായില്ല. അതൊന്നും അത്രയ്ക്ക് നമുക്കിഷ്ടമാകാത്തതുകൊണ്ട് നമ്മൾ വേറെ ടിക്കറ്റ് എടുത്തില്ല. അത് ക്യാൻസലും ചെയ്തില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. അങ്ങനെ നമ്മളിതാ ടെക്സാസ് ചിക്കനിലാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അപ്പം എവിടെ പോയി? അപ്പം ഫുഡ് വാങ്ങാൻ പോയി. വിളിക്കുകയാണോ? വരും. അവച്ചി സിനിമ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോപ്കോണൊക്കെ വാങ്ങിച്ചു. കഴിക്കും. നമുക്ക് ഇവിടെ കഴിച്ചിട്ട് വീട്ടിൽ പോയിട്ട് സിനിമ കാണാം കേട്ടോ. എടാ കണ്ണ, നമുക്ക് വീട്ടിൽ പോയിട്ട് സിനിമ കാണാം കേട്ടോ. ഓക്കെ, നമുക്കിനി ആടുജീവിതം കാണാൻ ഞാൻ തനിച്ച് വരാം. ഓക്കെ, അത് നല്ലത്. ഓക്കെ, വിഷമം തീർക്കാനായിട്ട് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാൻ പോവാണ്. അങ്ങനെ ഇനി നമുക്ക് വിഷമം മാറാനായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അല്ലേ വാവച്ചി? അല്ലേ? എന്തായാലും എന്താ ഇച്ചാൻ സിനിമയ്ക്ക് പോയിരുന്നില്ല. ഞാൻ ഇവിടെ ഇരുന്നേനെ. 2 മണിക്കൂർ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. അതുകൊണ്ടാണ് ഇച്ചാൻ സിനിമയ്ക്ക് പോകാത്ത. അല്ലെങ്കിൽ ഇച്ചായം പോയാനല്ലേ ചായ? അല്ലെങ്കിൽ ഞാൻ പോകാമായിരുന്നു അല്ലേ? നിങ്ങൾ 2 മണിക്കൂർ മതി. എങ്ങനെയുണ്ടാവും? അങ്ങനെ ഞാൻ പോകത്തില്ല. അങ്ങനെ ഞാൻ പോയില്ല. നമുക്ക് സിനിമ കാണാൻ, നമ്മൾ ഒന്നിച്ച് സിനിമ കാണും. എങ്ങനെയുണ്ട് ആവച്ചി ഫ്രഞ്ച് ഫ്രൈസ്? ടേസ്റ്റി ആണോ? എങ്ങനെയുണ്ടപ്പാ? ഓയ്, എങ്ങനെയുണ്ട്? യമ്മിയാണോ? ഓ മൈ ഗോഡ്, ആവശ്യം മിണ്ടത്തില്ല ചായ കഴിക്കുമ്പം. എന്തൊക്കെ വാങ്ങിച്ചേ? ബർഗർ, ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. എന്നാ ഫ്രഞ്ച് ഫ്രൈസ് ചോദിച്ചോ. ചൂടുണ്ടോ നോക്കിക്കോ ചേച്ചി. ചൂടുണ്ടെങ്കിൽ ചൂടാറിട്ട് കഴിക്കണേ. കൊള്ളാവോ? കഴിച്ചോ. കൊള്ളതെ. ആവശ്യക്ക് അപ്പം ബർഗർ വാങ്ങിച്ചിട്ടുണ്ട്. കഴിച്ചു. ഫ്രഞ്ച് ഫ്രൈസാണ് നമുക്ക് വേണ്ടത്.
അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടോ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചത് നമ്മൾ കാറിലെത്തി. ഇനി നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോകണം അല്ലേ? ഇനി വീട്ടിൽ പോയിട്ട് നമ്മൾ സിനിമ കാണും. ഇനി വീട്ടിൽ പോയിട്ട് നമ്മൾ സിനിമ കാണാൻ പോവാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ അല്ലേ വാച്ചി? അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആടുജീവിതം കണ്ടവരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.